Hello everyone, എല്ലാവർക്കും ഫോൺ മൈനിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മുടെ Realme GT2 വേഴ്സസ് Realme GT Neo 3 150 വാട്ട്സിന്റെ കമ്പാരിസൺ ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ 8GB 128GB Realme GT2 പേപ്പർ വൈറ്റ് കളർ ആൻഡ് 12GB 256GB നമ്മുടെ Realme GT Neo 3 150 വാട്ട് നൈട്രോ ബ്ലൂ കളറാണ് ഇരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ തിക്നെസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സോ ഇച്ചിരി കൂടെ സ്ലിം ആയിട്ടുള്ള സെറ്റ് നമ്മുടെ Realme GT Neo 3 ആണ്. കാരണം 8.2mm ഉള്ളൂ ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 8.6mm ഉണ്ട്. ആൻഡ് ഇൻ ഹാൻഡ് ഫീല് രണ്ടും നല്ല രീതിയിൽ ഇൻ ഹാൻഡ് ഫീലാണ്. ആൻഡ് ഇത് നമുക്ക് ഒരു ഗ്ലാസ് ബാക്കാണ് വരിക. പക്ഷേ പേപ്പർ വൈറ്റ് ആൻഡ് പേപ്പർ ഗ്രീൻ മോഡൽസിൽ നമുക്കൊരു ബയോപോളിമർ ആയിട്ടുള്ള ഒരു ബാക്കാണ് വരിക. ഓക്കെ, സോ പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് കളറിന് ഇതും ഗ്ലാസ് ബാക്ക്. സോ നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ എല്ലാ കളേഴ്സും നമുക്ക് ഗ്ലാസ് ബാക്ക് ആണ് വരിക. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ലൈറ്റർ നമ്മുടെ GT Neo 3 188 grams ആണ് നമ്മുടെ GT Neo 3 വരുന്നത്. ഇത് നമുക്ക് 195 grams പേപ്പർ വൈറ്റും പേപ്പർ ഗ്രീനും 200 grams വരും നമ്മുടെ ഗ്ലാസ് ബാക്ക് വരുമ്പോൾ. ഓക്കെ, സോ അതാണ് നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റിൽ ഏതാ എനിക്ക് പേഴ്സണൽ ഇഷ്ടം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഭയങ്കര ഒരു ഫാൻസി ലുക്കാണ് നമുക്ക് ഇതിൻ്റെ ഈ ബ്ലൂ കളർ ആൻഡ് അത് അല്ല നമ്മുടെ ഒരു വൈറ്റ് കളർ. ബ്ലാക്ക് കളർ ന്യൂട്രലാണ്, പക്ഷേ ഈ രണ്ട് കളേഴ്സ് ഇച്ചിരി ഫാൻസി. സോ ആ ഒരു ഫാൻസി ആസ്പെക്റ്റ് ഇഷ്ടമുള്ളവരാണ്. പക്ഷേ ഇതൊരു അത്യാവശ്യം എല്ലാ കളേഴ്സും അത്യാവശ്യം ഒരു പ്രീമിയം ഒരു ക്ലാസിക് പ്രീമിയം ലുക്ക് ഉള്ളതാണ് എല്ലാ കളേഴ്സും പറ്റും നമ്മുടെ GT. സോ അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ Realme GT Neo 3 വേഴ്സസ് നമ്മുടെ Realme GT2 ഡിസ്പ്ലേ. സോ രണ്ടും നല്ല രീതിയിൽ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ റെഡ് ഒക്കെ കുറച്ചും കൂടി ഒരു എങ്ങനെ നോക്കിയാലും ഗ്രീനൊക്കെയാണ് കുറച്ചും കൂടി ഒരു ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ഡീഫോൾട്ട് മോഡിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലത് നമ്മുടെ Realme GT Neo 3 കറൻ്റ്ലി അത് നോക്കുമ്പോൾ ലൈറ്റായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല, ബട്ട് ഒരു 2-3% ഡിഫറൻസ്. ആൻഡ് നമുക്ക് ഒരു ഡിസ്പ്ലേ മോഡ്സ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ടും ഞാൻ ഡീഫോൾട്ട് സെറ്റിംഗ്സിലും കറൻ്റ്ലി രണ്ടിലും സെയിം മോഡ്സിനെ എനേബിൾ ചെയ്തിട്ടേക്കണേ. സോ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ്, ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഓൺ ചെയ്തിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് HDR മോഡ് രണ്ടിനും ഓണാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ Realme GT2 കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇമേജ് ഷാർപ്പനർ കണ്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലോ ക്വാളിറ്റി ഇമേജസ് ആൻഡ് വീഡിയോസിൻ്റെ കുറച്ചും കൂടെ ഒരു എൻഹാൻസ് ചെയ്യാനായിട്ട്. പിന്നെ വീഡിയോ കളർ എൻഹാൻസ്, ദാറ്റ് മീൻസ് നോർമൽ സ്റ്റാൻഡേർഡ് ഡൈനാമിക് കണ്ടന്റ് HDR ആക്കാനുള്ള ഒരു കാര്യം. പ്ലസ് പിന്നെ നമുക്ക് വീഡിയോ മോഷൻ എൻഹാൻസ്, അതായത് MEMC ആണ്. ദാറ്റ് മീൻസ് എക്സ്ട്രാ കുറച്ച് ഫ്രെയിംസ് ആഡ് ചെയ്ത് കുറച്ചും കൂടെ സ്മൂത്തർ ആക്കാനുള്ള സംഭവമാണ്. പക്ഷേ ഈ സംഭവം നമ്മുടെ GT Neo 3 ഉണ്ട്, പക്ഷേ ഇത് ഗെയിംസിലാണ് എടുക്കുള്ളൂ. അത് ഗെയിംസിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനൊരു ഡിസ്പ്ലേ പ്രൊസർ ഉണ്ട്, പക്ഷേ അത് ഗെയിംസാണ് എടുക്കുള്ളൂ. നമുക്ക് ഇവിടെ ആ ഓപ്ഷൻ കിട്ടുന്നില്ല. ഇനി നമുക്ക് നമുക്ക് നോക്കാം നമ്മുടെ ഡിസ്പ്ലേ തന്നെ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ മാക്സ്ഡ് ഔട്ട് സെറ്റിംഗ്സിലാണ് രണ്ടിനും കിടക്കുന്നത്. നമ്മുടെ GT Neo 3 അതേപോലെ നമ്മുടെ GT2 കിടക്കുന്നത്. ആൻഡ് ഇപ്പോൾ ആദ്യത്തെ ഉണ്ടായിരുന്ന ഡിഫറൻസ് മാറിയിട്ടുണ്ട്. അത്ര ഒരു ബൾക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈ ആയി. ഓൾമോസ്റ്റ് ഫെൽറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓൾമോസ്റ്റ് കളേഴ്സ് ഒക്കെ ആയാലും ഓൾമോസ്റ്റ് സെയിം തന്നെയായിട്ടാണ് രണ്ടിൽ തോന്നുന്നത്. എടുത്ത് പറയത്തക്ക ഡിഫറൻസസ് ഇപ്പോൾ കറൻ്റ് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, സോ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഈ ഒരു മോഡ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടൈ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ 16 മില്യൺ, ഇത് 1 ബില്യൺ കളർ പ്രൊഡക്ഷൻ ആണ്. ബട്ട് സ്റ്റിൽ എനിക്കൊരു ബ്രൈറ്റർ ആയിട്ട് ഔട്ട്പുട്ട് തോന്നുന്നു. കുറച്ചും കൂടെ ലൈറ്റായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് നമ്മുടെ GT Neo 3. പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിവേസ് യു ഗൈസ് ജഡ്ജ്. സോ ആ ഡിസ്പ്ലേ കാര്യം ഓൾമോസ്റ്റ് ടൈ. ആൻഡ് ഇഫ് യു വാണ്ട് ടു പിക്ക് വൺ ദെൻ ഐ വുഡ് സേ Realme GT Neo 3 സ്ലൈറ്റ് വിൻ കൊടുക്കാൻ പറ്റുക. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ ഓഡിയോ Realme GT Neo 3 വേഴ്സസ് Realme GT2. സോ രണ്ടും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ടിനും ഡോൾബി അറ്റ്മോസ് ബൈ ഡിഫോൾട്ട് ഓൺ ആണ്. രണ്ടിനും ഡോൾബി അറ്റ്മോസ് ഓൺ ആണ്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഓഡിയോ. സോ ക്ലീൻ ആൻഡ് ഡാൻസ് ആണ് ഫസ്റ്റ് പ്ലേ ചെയ്യാൻ പോണേ Realme GT Neo 3. ഫുൾ വോളിയാണ്. ഇനി നമ്മുടെ Realme GT2.
ഓക്കെ, രണ്ടും നല്ലായിരുന്നു. വേറെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. Realme GT2. So guys, speakers almost exactly the same ആയിട്ട് എനിക്ക് തോന്നുന്നു. അല്ല ഒരു വിന്നർ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. സോ ലെറ്റ്സ് ഗിവ് എ ടൈ ഇൻ ടേംസ് ഓഫ് സ്പീക്കേഴ്സ്. നൗ ദ മെയിൻ ഡിഫറൻസ്, അതായത് നമ്മുടെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 888 വേഴ്സസ് ദ ലേറ്റസ്റ്റ് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8100. സോ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 ഇതിന് നമുക്ക് അഡ്രിനോ GPU, ഇതിന് നമുക്ക് മാലി GPU ആണ് വരിക. സോ ഇതിനാണ് ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരിക. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ Antutu Benchmark നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എൻ്റെ സ്കോർസ് തന്നെ തുടങ്ങാം. So let's start. സോ ഗൈസ്, നമ്മുടെ Antutu ബെഞ്ച്മാർക്കിന്റെ സ്കോഴ്സ് സോ ഓൾമോസ്റ്റ് ക്ലോസ് ആണ് രണ്ടും വന്നിരിക്കുന്നത്. നമ്മുടെ CPU നോക്കിയറിയാം, സ്ലൈറ്റ് വിൻ നമുക്ക് നമ്മുടെ Realme GT Neo 3ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഡയമൻസിറ്റി 8100 ഉള്ളത്. ആൻഡ് GPUവിനകത്ത് നമ്മുടെ ക്ലിയർ വിന്നർ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ആണ്. പിന്നെ മെമ്മറിയും UXും കുറച്ചും കൂടെ കൂടുതൽ കിട്ടിയിട്ട് നമ്മുടെ Realme GT Neo 3ക്കാണ്. സോ ഈ ഒരു വിൻ വരാൻ കാരണം നമ്മുടെ GPUവിൽ നല്ല സ്കോഴ്സ് കിട്ടും നമ്മുടെ Realme GT2 വിൻ ചെയ്യാൻ കാരണം. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഇറങ്ങിക്കണം 5% നമുക്ക് നമ്മുടെ GT2വിന് ഇറങ്ങി, 6% നമ്മുടെ Neo 3ക്കും ഇറങ്ങി. ആൻഡ് മെയിൻ തിങ് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫോൺ ഒരു 31% കൂടുതൽ നിരന്നത്. പക്ഷെ ഇത് ഈ ടെസ്റ്റ് തുടങ്ങിയപ്പോൾ 31, 32 അങ്ങനെ കയറി 41 വരെ പോയി. നിങ്ങൾക്ക് നോക്കിയാൽ 10.2 ഡിഗ്രി ടെമ്പറേച്ചർ കൂടിയിട്ട് ജസ്റ്റ് 6 ഡിഗ്രിയാണ്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം കൂളറായിട്ട് നിന്നത് നമ്മുടെ Realme GT Neo 3 ആണ്. സോ ഐ എം റിയലി സർപ്രൈസ്ഡ് ആണ് ആ ഒരു റിസൾട്ട് കണ്ട്. ബിക്കോസ് അത്യാവശ്യം ഡയമൻസിറ്റി ഇച്ചിരി ത്രോട്ട്ലിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്, ഇച്ചിരി വാമൊക്കെ ആവേണ്ടതാണ്. പക്ഷേ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നാം. പക്ഷേ നമുക്ക് ഒരു CPU ത്രോ ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. So guys, surprising results from the Realme GT Neo 3. You can see just 9% of the CPU is only throttled. You can see both are actually same to same. CPU throttled to 91% of maximum performance on both these handsets. But the thing is, the temperature of the Realme GT2 was hyped to 42 degrees, but this was around 35 or 36. I think maximum to 37 degrees only. So actually, the Realme GT Neo 3 stayed cooler than the Snapdragon 888 on the Realme GT2. So guys, next നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ Geekbench 5 ആണ്. സോ നമുക്ക് Geekbench 5 സ്റ്റാർട്ട് ടെസ്റ്റ് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ Geekbench 5ന്റെ സ്കോർസ് വന്നിരിക്കുന്നത്. സർപ്രൈസിംഗ് റിസൾട്ട്സ് ആണ്. 1122 ആണ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 GT2 വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെ 953 ഉള്ളൂ നമ്മുടെ Realme GT Neo 3 ഡയമൻസിറ്റി 8100. പക്ഷെ നേരെ തിരിഞ്ഞു കളി, ദാറ്റ് മീൻസ് ക്ലോസ് ടു 4000 ആണ് നമുക്ക് മൾട്ടി കോർ സ്കോർ നമ്മുടെ ഡയമൻസിറ്റി 8100. ഇവിടെ ജസ്റ്റ് 3300 ഉള്ളൂ നമുക്ക് നമ്മുടെ മൾട്ടി സ്കോർ വന്നിരിക്കുന്നത് നമുക്ക് Realme GT2. സോ ഡെഫിനറ്റ്ലി മൾട്ടി കോറിൽ നമ്മുടെ Realme GT Neo 3 ആണ് വിന്നർ. ആൻഡ് സിംഗിൾ കോറിൽ നമുക്ക് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് ഇച്ചിരി കൂളറായിട്ടിരുന്നത് നമ്മുടെ Realme GT Neo 3 ആയിരുന്നു. അറൗണ്ട് ഒരു 3% കൂളറായിരുന്നു. ഇറ്റ് മീൻസ് ടെമ്പറേച്ചർ അത്ര കുറവായിരുന്നു ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഗൈസ്, നെക്സ്റ്റ് ക്യാമറ. സോ രണ്ടിൻ്റെയും സെയിം ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ്, പക്ഷേ ISP രണ്ടും ഡിഫറൻസ് ആണ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് വരുന്ന ഡയമൻസിറ്റി 8100 ISPയും ഇതിനകത്ത് വരുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 ISPയും. സോ ഇമേജ് സിഗ്നൽ പ്രോസസിംഗ് രണ്ടും ഡിഫറൻ്റ് ആണ്. സോ ഇതിന്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും 50 MB മെയിൻ ക്യാമറ, സോണി IMX766, 8 MB അൾട്രാ 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ, പിന്നെ 2 MB മാക്രോ. സോ സ്പെക്സ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടിന്റെ ഔട്ട്പുട്ട് സെയിം എന്ന് വിചാരിക്കും. പക്ഷേ ISP ദാറ്റ് മീൻസ് ഒരു ഇമേജ് എടുത്തിട്ട് ആഫ്റ്റർ പ്രോസസിംഗിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കും. സോ അതിനകത്ത് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഞാൻ ഫസ്റ്റ് സാമ്പിൾ ഷോട്ട് കാണിക്കാം. ഓക്കെ, സോ ഇത് രണ്ടും നമ്മുടെ എക്സാക്ട് സെയിം പൊസിഷൻ രണ്ടിലും എടുത്തേക്കാണ്. സോ ഇത് നമ്മുടെ GT2 എടുത്തേക്കുന്ന പിക്കാണ്. സോ ഇപ്പോൾ നിങ്ങൾ കാണാം, നമുക്ക് ആ സ്പോട്ട് ദാറ്റ് മീൻസ് ഡയറക്റ്റ് സൺലൈറ്റ് വിസിബിലിറ്റി ഉള്ളൊരു ഷോട്ടാണ്. ഇച്ചിരി സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. സോ ഇതിനകത്ത് ആ ഏരിയ ദാറ്റ് മീൻസ് അവിടെ ഒരു ഷാഡോസിനൊരു ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ പോയി, അതിൻ്റെ താഴത്തെ ആ ഒരു തെങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ GT2 കറക്റ്റഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഇച്ചിരി ഇതും
ഇച്ചിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇൻ കമ്പാരിസൺ കുറച്ചും കൂടെ നല്ല ഇമേജ് റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ ഒബ്വിയസ്ലി നമ്മുടെ റിയൽമി GT2 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അതുകൊണ്ട് അവിടെ ആ ഒരു ഡീറ്റെയിലിംഗ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അത് ഒരു മെർജ്ഡ് ആയി പോയി. അത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. താഴത്തെ ഡീറ്റെയിലിംഗ് കണ്ടോ ഒക്കെ ഇതിനകത്ത് നല്ല പക്കയായിട്ട് കിട്ടിയത് നമ്മുടെ റിയൽമി GT2. ഇതിനകത്ത് ഇച്ചിരി ഇഷ്യൂസ് വന്നിട്ടുണ്ട് GT Neo 3. പിന്നെ വേറൊരു ഇമേജ് ഇത് പിന്നെയും കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ് മീൻസ് ആ ഇലയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് അത്ര ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് GT Neo 3 കിട്ടിയിട്ടില്ല. ആൻഡ് അനദർ പിക്ക് ശ്രദ്ധിച്ചറിയാൻ ഇവിടെ നമുക്ക് ആ ഷാഡോസ് ഒക്കെ അങ്ങ് പോയിട്ട് ഒരു ഇതായിട്ട് പോയി. ഇവിടെ നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് അറിയാൻ പറ്റും. നമുക്ക് കണ്ടോ ഇവിടെ എടുത്തറിയാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് കണ്ടോ മെർജ്ഡ് ആയി പോയി. കണ്ടോ ഒരു ഇതാണ് നമുക്ക് എടുത്ത് നല്ല ഡിഫൈൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ താഴത്തെ ലീവ്സ് ആണെങ്കിലും ഒക്കെ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ മൊത്തം GT Neo 3 ഷോട്ട് അങ്ങനെ ആയിട്ട് പോയിട്ട്. അപ്പോൾ എല്ലാ സിറ്റുവേഷനും അല്ല, ചില സിനാരിയോസ്. ഇനി പിന്നെ വേറൊരു മെയിൻ കാര്യം ശ്രദ്ധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഒബ്ജക്ട്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്തതിനകത്ത് നമ്മുടെ GT Neo 3 ഇച്ചിരി പാടായിരുന്നു. വലിയ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ഇച്ചിരി ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു GT Neo 3. ദാറ്റ് മീൻസ് അങ്ങനെ ഡിറ്റക്ട് ആവാത്തൊരു സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു പോർട്രേറ്റ് ദാറ്റ് മീൻസ് പൂ ഫോക്കസ് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവേണ്ട സിറ്റുവേഷൻ. പക്ഷേ ഇതിനകത്ത് പൂ ഫോക്കസ് ആയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കണ്ടോ. പക്ഷേ ഇതിനകത്ത് കറക്റ്റ് പൂ ഫോക്കസ് ആണ് കണ്ടോ. അങ്ങനത്തെ ചില സിറ്റുവേഷൻസ്. പിന്നെ അത് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് ഇതാണ് ഷോട്ട് രണ്ടിൻ്റെ എക്സാക്റ്റ് സെയിം ഷോട്ടാണ് ഉണ്ടോ. ഇത് പൂ പക്ക ഫോക്കസ് ആൻഡ് അതിൽ മിസ്സിങ് ആയി പോയിട്ടുണ്ട്. ആൻഡ് വേറെ കാര്യം ചെയ്ത് നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ GT Neo ദാറ്റ് മീൻസ് GT2 വർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഒരു പൂവിൻ്റെ എടുക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലവർ ഡിറ്റക്ട് ചെയ്യുക, അതനുസരിച്ച് എൻഹാൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇതിനകത്തൊന്നും അങ്ങനെ അത്രമാത്രം ഫാസ്റ്റ് കുറച്ച് നേരമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അല്ലാണ്ട് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. പിന്നെ രണ്ടിൻ്റെയും മോഡ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടം കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ക്യാമറ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് നമ്മുടെ GT2 ആണ്. അത് നമ്മുടെ നോർമൽ സാമ്പിൾസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ആഫ്റ്റർ പ്രോസസ്സിന് ഇച്ചിരി കളർ ഇച്ചിരി സാച്ചുറേഷൻ കൂടുതൽ വരുന്നത് നമ്മുടെ GT Neo 3 ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു നാച്ചുറൽ കളേഴ്സിനെ കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം ഇച്ചിരി കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ അത് പേഴ്സണൽ പ്രിഫറൻസിൽ തന്നെ ഇരിക്കും. നിങ്ങൾ ആ ലീവ്സ് രണ്ടും ശ്രദ്ധിച്ചറിയാം. കുറച്ചും കൂടെ ഒരു ഷാർപ്പനിങ് കൊണ്ട് ഇതിനകത്ത് വരിക. ആൻഡ് ഇതൊരു ഇൻഡോർ ഷോട്ടാണ്. ഇതിനകത്ത് ലീവ്സ് ശ്രദ്ധിച്ചറിയാം. ഇത് കറക്റ്റ് കളറാണ്, പക്ഷേ ഇത് നല്ല ഷാർപ്നെസ് വന്നിട്ടുണ്ട്. സോ അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ആഫ്റ്റർ പ്രോസസ്സിംഗ് നടത്തേക്കുന്നത്. പിന്നെ രണ്ടിനും 10x ഷോട്ട് രണ്ടും ഷോക്കാണ്. ആൻഡ് മാക്രോ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമ്മുടെ GT2 ആണ് എടുത്തിരിക്കണേ. ആൻഡ് ഇത് മറ്റേ സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻസ്. ഇത് നമ്മുടെ 50 MB മാക്സിമം റെസൊല്യൂഷൻ നമുക്ക് എത്രത്തോളം ക്ലോസ് ആവാൻ നോക്കാം. ഓക്കെ, ഇത്രത്തോളം ക്ലോസ് ആയി. ആൻഡ് നമ്മുടെ GT2 ഓക്കെ അത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. GT2 തന്നെയാണ് കുറച്ചും കൂടെ എടുക്കുന്നത്. ഇത് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുണ്ടെന്നുള്ളൂ. ആൻഡ് അനദർ ഷോട്ട്. ഇത് GT2 ആണ് ഇച്ചിരി ഷാർപ്നെസ് വന്നത്. ഇത് അത്ര ഷാർപ്പ് വന്നിട്ടില്ല. ആൻഡ് അനദർ ഷോട്ട് കണ്ടോ കുറച്ചും കൂടെ കളർ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഇവിടെ. അനദർ വൺ. സോ നമ്മുടെ GT Neo 3 വേഴ്സസ് GT2. ഓക്കെ, സോ അത് നമ്മുടെ വീഡിയോ സിമുലേഷൻ ഞാൻ എൻ്റെ ക്യാമറ സാമ്പിൾസ് ഒക്കെ അറ്റാച്ച് ചെയ്യും. സോ 16 MB ഫ്രണ്ട് സെൽഫി ക്യാമറ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട നമ്മുടെ GT Neo 3 ആണ്. സ്ലൈറ്റ്ലി അതിൻ്റെ ആഫ്റ്റർ പ്രോസസ്സിങ്ങിനകത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. സോ സ്പെക്കൊക്കെ സെയിം ആണ്, പക്ഷേ ആഫ്റ്റർ പ്രോസസ്സിങ് കുറച്ചും കൂടെ ISP റിയർ ക്യാമറ ISP എനിക്ക് കുറച്ചും കൂടെ നല്ല ഒപ്റ്റിമൈസേഷൻ എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ GT2-നും. ഫ്രണ്ട് ക്യാമറ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ സ്ലൈറ്റ്ലി എനിക്ക് ചില സിറ്റുവേഷൻസിൽ ഇത് കുറച്ചുകൂടെ ഓവർ സ്മൂത്തിങ് ഒക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഫ്രണ്ട് എടുത്തിട്ടുണ്ട് GT Neo 3. സോ ഇഫ് യു ആസ്ക് മീ ഇതിൽ രണ്ടിലും ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരാൾ കുറച്ചും കൂടെ ലൈറ്റായിട്ട് ഏതൊക്കെ പ്രിഫർ ചെയ്യണമെന്ന് ഞാൻ പറയും റിയൽമി GT2 ആണ്. ബിക്കോസ് ആഫ്റ്റർ പ്രോസസ്സിംഗ് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒരു 5% നിയർലി 5% ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് GT2-ന് വേണ്ടിയിട്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെ. സോ നെക്സ്റ്റ് നമുക്ക് ക്യാമറ സാമ്പിൾസ് അലോങ് വിത്ത് നമ്മുടെ വീഡിയോ സൊല്യൂഷൻ നോക്കാം. റിയൽമി GT2 റിയർ ക്യാമറ വീഡിയോ സൊല്യൂഷൻ ഇൻ 3, 2, 1 and go. Realme GT Neo 3 video stabilization in 3, 2, 1 and go.
സോ നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജിങ്. സോ നമ്മുടെ GT2 ഒരു സേഫ് സൈഡ്, ഒരു 5000 mAh ബാറ്ററി, 65 വാട്ട് ചാർജ് തരും, ഒരു 33 മിനിറ്റിൽ 100%. ആൻഡ് റിയൽമി GT Neo 3 150 വാട്ടാണ് ബോക്സിൽ വന്നിരിക്കുന്നത്. സോ റാപ്പിഡ് ഫാസ്റ്റ് ചാർജിങ് ആണ്. മീൻസ് ഒരു 5 മിനിറ്റ് കൊണ്ട് 50% ആവുന്നതാണ് കമ്പനി ക്ലെയിം. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം സൂൺ. ആൻഡ് ഇതിന്റെ നോർമലി 80 വാട്ടിന്റെ ഒരു ചാർജറുള്ള ഒരു വേരിയന്റ് ഉണ്ട്, കുറച്ചുകൂടെ പ്രൈസ് കുറവാണ്. അതായാലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അങ്ങനെയാണ് ഇത് ഓൾമോസ്റ്റ് സെയിം ഒരു എന്താ പറയുക ഒരു ചാർജിങ് സ്പീഡ് വരും. കാരണം അത് ഒരു 100% ഒരു 32 മിനിറ്റ് അറൗണ്ട് വരും. സോ 150 വാട്ടാണ് ആണെങ്കിൽ നല്ല റാപ്പിഡ് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. ഒരു 15 to 18 മിനിറ്റ്സിൻ്റെ 20 മിനിറ്റ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫോൺ ഫുൾ ചാർജ് ആയി കിട്ടും നമ്മുടെ 150 വാട്ട് ചാർജിങ്. സോ അതൊരു ഫസ്റ്റ് ടൈമാണ്. ദാറ്റ് മീൻസ് നമ്മുടെ OnePlus 10Rനും റിയൽമി GT Neo 3ക്ക് മാത്രമാണ് 150 വാട്ട് ചാർജ് വന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഇനി ഫൈനൽ വേർഡിക്റ്റ് നോക്കുവാണെങ്കിൽ രണ്ടിനും റിയൽമി UI 3.0 അതുങ്ങളൊക്കെ പറയാൻ പെട്ടെന്ന് പറയാം നമുക്ക് ജസ്റ്റ്. സോ റിയൽമി UI 3.0 ആണ് വന്നിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം ഫീച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു UI തന്നെയാണ്. പിന്നെ ബ്ലോട്ട് വെയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോജ് ഒക്കെ കിടപ്പുണ്ട്. മോജ് ജോഷ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, നോക്കാം. അൺഇൻസ്റ്റാൾ ഓക്കെ, അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എന്താണ് മോജ് ജോഷ് അങ്ങനത്തെ കുറച്ച് ആപ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, സീനൊന്നുമില്ല. അൺഇൻസ്റ്റാൾ ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ സീനൊന്നുമില്ല നമ്മുടെ രണ്ട് ഫോൺസും. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് വെച്ച് എനിക്ക് കുറച്ചും കൂടെ സ്ലൈറ്റ്ലി എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് GT2 ആണ്. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ലൈറ്റായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓവറോൾ രണ്ടും അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ഈ ഗെയിം ഡെവലപ്പേഴ്സിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കിട്ടാൻ സാധ്യതയും കാര്യങ്ങളൊക്കെ നമ്മുടെ GT2 പിന്നെ എപ്പോഴും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ പ്രൈസ് 29,999 ആണ് നമുക്ക് ഇതിൻ്റെ 8/128GB വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടില്ല. ഓൾമോസ്റ്റ് ഇതിൻ്റെ 80 വാട്ടും ഇതിൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ വെച്ച് ഫീൽ ചെയ്ത് നമ്മുടെ റിയൽമി GT2 ആണ്. സോ ഗൈസ്, that's all for today. Signing off, it's Phone Mania.